നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ 3 ഇസ്രയേലി ബന്ദികളെ കൂടി മോചിപ്പിച്ച് ഹമാസ്. 369 ഫലസ്തീനി തടവുകാർക്ക് പകരമായാണ് 3 ബന്ദികളെ മോചിപ്പിച്ചത്. ഖാൻ യൂനിസിൽ സജ്ജമാക്കിയ വേദിയിൽ വെച്ച് ബന്ദികളെ റെഡ് ക്രോസിന് കൈമാറി. ഗാസ വെടിനിർത്തൽ കരാറിൽ അനിശ്ചിതത്വം തുടരുന്നതിനിടെയാണ് ഹമാസ് ബന്ദികളെ കൈമാറിയത്. ബന്ദിമോചന വേദി ഹമാസിന്റെ ശക്തി പ്രകടനത്തിന് കൂടി വേദിയായി. മടക്കമുണ്ടെങ്കിൽ ജെറുസലേമിലേക്ക് മാത്രമെന്ന് ഹമാസ് വേദിയിൽ ബാനർ ഉയർത്തി. ഇസ്രയേൽ കരാർ വ്യവസ്ഥകൾ ലംഘിച്ചുവെന്ന് ആരോപിച്ച് കഴിഞ്ഞ ദിവസം ഹമാസ് ബന്ദിമോചനം നിർത്തിവച്ചിരുന്നു. പിന്നാലെ വിഷയത്തിൽ കടുത്ത പ്രതികരണവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നു. എല്ലാ ബന്ദികളെയും കൈമാറാൻ ഹമാസ് തയ്യാറായില്ല എങ്കിൽ ഗുരുതര പ്രത്യാഘാതമുണ്ടാകുമെന്നു ട്രംപിന്റെ മുന്നറിയിപ്പ്. രണ്ടാം വട്ട ചർച്ചയോടെ ഇസ്രയേൽ അനുകൂലമായി പ്രതികരിച്ചിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് മധ്യസ്ഥ രാജ്യങ്ങളായ ഈജിപ്തും ഖത്തറും നടത്തിയ നീക്കങ്ങളെല്ലാം വിജയം കണ്ടില്ല. ഗാസയിലേക്ക് മൊബൈൽ വീടുകളും കൂറ്റൻ യന്ത്ര സാമഗ്രികളും കൈമാറണമെന്ന ആവശ്യം ഇസ്രയേൽ അനുവദിച്ചില്ല. അമേരിക്കൻ പിന്തുണയോടെ ഗാസയിൽ ഹമാസ് ഭരണം ഇല്ലായ്മ ചെയ്യാനുള്ള തന്ത്രങ്ങളാണ് ഇസ്രയേൽ ആവിഷ്കരിച്ചു വരുന്നതെന്ന് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇസ്രയേൽ പൗരന്മാരായ യയർ ഹോൺ, സാഗുയി, ഡെക്കാൻചെൻ, സാഷ ഗ്രൌഫനോവ് എന്നിവരെയാണ് ഗാസയിലെ ഖാൻ യൂണിസിൽ വെച്ച് ഹമാസ് റെഡ് ക്രോസിന് കൈമാറിയത്. ബന്ദികളെ സ്വീകരിച്ചതായി ഇസ്രയേൽ സൈനിക വൃത്തങ്ങൾ അറിയിച്ചു. ഖാൻ യൂണിസിൽ വിട്ടയച്ച 3 തടവുകാരെയും സൈനിക രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരുടെ അകമ്പടിയോടെ ഇസ്രയേലിലേക്ക് കൊണ്ടുപോവുകയാണെന്ന് പ്രസ്താവനയിൽ പറയുന്നു. ഇവർ ഇസ്രയേലിൽ പ്രവേശിച്ച ശേഷം പ്രാഥമിക വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കുമെന്നും പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. വിട്ടയച്ച 3 തടവുകാരും ഭേദപ്പെട്ട ശാരീരിക നിലയിലാണെന്ന് ചിത്രങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ഇസ്രയേലി ഉപരോധത്തിന്റെ ഫലമായി ഭക്ഷണത്തിന്റെയും മരുന്നുകളുടെയും അഭാവം മൂലം വഷളായ ആരോഗ്യസ്ഥിതിയിലായിരുന്നു കഴിഞ്ഞ ആഴ്ച വിട്ടയച്ച തടവുകാരുടെ സംഘം. ഇതിനെതിരെ ഇസ്രയേൽ കടുത്ത ഭാഷയിലാണ് പ്രതികരിച്ചത്. ബന്ദികളെ മോചിപ്പിച്ചതിനു പകരമായി ഇസ്രയേൽ ജയിലിൽ കഴിയുന്ന 369 ഫലസ്തീൻ തടവുകാരെ ഇസ്രയേലും വിട്ടയക്കും. ഈ 3 ബന്ദികളെ കൈമാറാൻ ശനിയാഴ്ച വരെയായിരുന്നു ഹമാസിന് ഇസ്രയേൽ നൽകിയ സമയപരിധി. ബന്ദികളുടെ മോചനം വൈകിയാൽ യുദ്ധം പുനരാരംഭിക്കുമെന്ന് ഇസ്രയേൽ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയായിരുന്നു ഈജിപ്തും ഖത്തറുമായി നടത്തിയ മധ്യസ്ഥ ചർച്ചയ്ക്ക് ശേഷം ബന്ദികളെ ഹമാസ് മോചിപ്പിക്കാൻ തയ്യാറായത്. ചർച്ചകളിലൂടെയും വെടിനിർത്തൽ കരാറിന്റെ ആവശ്യകതകൾ പാലിച്ചും അല്ലാതെ ബന്ദികളെ മോചിപ്പിക്കാൻ ഒരു മാർഗവുമില്ലെന്നാണ് ഹമാസ് നിലപാട് അറിയിച്ചത്. ലോകത്തോട് മുഴുവനും ഞങ്ങൾ പറയുന്നു, ജെറുസലേമിലേക്കല്ലാതെ ഒരു കുടിയേറ്റമില്ല. ഇത് ട്രംപും കൊളോണിയലിസത്തിന്റെയും അധിനിവേശത്തിന്റെയും ശക്തികൾ പിന്തുണയ്ക്കുന്നവരുടെയും ആശയങ്ങൾക്കുള്ള തങ്ങളുടെ മറുപടിയാണെന്നും ഹമാസ് വ്യക്തമാക്കി. ബന്ദികളെ വിട്ടയച്ചെങ്കിലും ഗാസയിലെ സ്ഥിതിഗതികൾ രൂക്ഷമായാണ് തുടരുന്നത്. ഗാസയിലേക്കുള്ള മാനുഷിക സഹായങ്ങൾ ഇസ്രയേൽ സേന തടഞ്ഞു വെക്കുന്നതായി ഹമാസ് ആരോപിച്ചു. ഇനിയും മാനുഷിക സഹായങ്ങൾ ഗാസയിലേക്ക് എത്തിയില്ലെങ്കിൽ കൂടുതൽ ബന്ദികളെ മോചിപ്പിക്കില്ലെന്ന് ഹമാസ് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഇതുവരെ 19 ബന്ദികളെയാണ് ഹമാസ് മോചിപ്പിച്ചത്. ഹമാസിന്റെ തടവിലുള്ള കൂടുതൽ ബന്ദികളെ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. ഇതിനിടെ 22 ലക്ഷം ഫലസ്തീനികളെ മാറ്റി ഗാസ സ്വതന്ത്രമാക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിക്ക് ബദൽ പദ്ധതിയുമായി അറബ് രാജ്യങ്ങൾ രംഗത്തെത്തി. ഹമാസിനെ ഒഴിവാക്കി രാജ്യാന്തര പങ്കാളിത്തത്തോടെ പദ്ധതി തയ്യാറാക്കാനാണ് അറബ് രാജ്യങ്ങൾ ശ്രമിക്കുന്നതെന്നാണ് റിപ്പോർട്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.